ഹായ് കൂട്ടുകാരെ, ഇന്ന് എനിക്ക് കുറച്ച് മത്തി മീനാണ് കിട്ടിയത്. അത് നമുക്ക് കറി വെച്ചാലോ? ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കും. അതിൽ എണ്ണ ഒഴിച്ച് കടുവറുത്ത് മുളക് ഇട്ട ശേഷം അല്പം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ് ചേർത്ത് വഴറ്റി എടുക്കുക. നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് നടുക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 മുട്ട കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക. അല്പം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞ് അത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരടുപ്പിൽ ഈ സമയത്ത് തിളച്ച വെള്ളം ഞാൻ തിളയ്ക്കാനായി വച്ചിരുന്നു. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മത്തിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എൻ്റേത് പുതിയ ചാനലാണ്. എന്തെങ്കിലും തെറ്റുകുറവുകളുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം. തെറ്റുകൾ തിരുത്തി തരിക. ഞാൻ 3-4 കഷ്ണം ഫ്രൈ ചെയ്യാനും വച്ചിട്ടുണ്ട്. നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.